ഇത്തരം സംഭവങ്ങളിലെല്ലാം പ്രത്യേകിച്ചും വക്കീൽമാരും അല്ലെങ്കിൽ അഡ്വക്കേറ്റ്മാരും അതുപോലെ അതിലും പ്രത്യേകിച്ച് ഒരു പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നൊക്കെ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് മാനസികമായിട്ട് ഇത്ര വേഗം ഒരു തളർച്ച വരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. ഇപ്പോൾ സീനിയേഴ്സോ അല്ലെങ്കിൽ ജൂനിയേഴ്സോ അങ്ങനെയുള്ളവരൊക്കെ എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ സാധാരണ ഓഫീസിലുകളൊക്കെ ഞാനിന് ആളുടെ പേര് പറയുന്നില്ല, പക്ഷെ ഡൽഹിയിൽ ഞാനൊരു വക്കീലിൻ്റെ അടുത്ത് പോയ സമയത്ത് അവിടെയൊക്കെ ആ സീനിയർ വക്കീൽ ഒച്ചയെടുക്കുന്നത് കേട്ടാൽ നമ്മൾ തന്നെ അവിടെ നിന്ന് എനിക്ക് ഓടിപ്പോകും, ജൂനിയർ വക്കീലിനെ ബഹളം വയ്ക്കുന്നത് കേട്ടാൽ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളുണ്ടായി. കുറച്ചൊക്കെ ഇത്തരം കാര്യങ്ങൾ നേരിടാനായിട്ടുള്ള മാനസികമായിട്ടുള്ള കരുത്ത് നേടിയിട്ട് തന്നെയാണ് ഇവരെല്ലാം ഒരു വക്കീലാകുന്നത്. അതുപോലെ ഒരു വക്കീലിൻ്റെ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ ആകുന്ന സമയത്തും ഇതൊക്കെ ഉണ്ടാകും. ഇപ്പം കോടതിയിൽ തന്നെ ഇതുമാത്രം ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും, അല്ലെങ്കിൽ മാത്രം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു എന്താണ് സിമ്പിൾ ഒരു ജോലി സ്ഥലത്ത് ഉണ്ടായ ഒരു പീഡനം അല്ലെങ്കിൽ മാനസിക പീഡനം എന്ന് മാത്രം കണക്കാക്കാതെ അതിൻ്റെ മുഴുവൻ വഴിയിലും നോക്കേണ്ടതാണ്. കാരണം നേരത്തെ പറഞ്ഞത് അനുസരിച്ച്, ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് അവരുടെ ഭർത്താവ് ഒരു ജുഡീഷ്യൽ ഓഫീസറാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഉപദേശങ്ങൾ നൽകാനും അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എന്താണെന്ന് അറിയുന്നതിനും ഒക്കെ മറ്റ് പലരെക്കാളും കൂടുതൽ സാധ്യതയുള്ള ആളാണ്. അതുപോലെ മറ്റ് അഡ്വക്കേറ്റ്സ് ഉണ്ട്, കൂടെ ജോലിയിൽ ഉണ്ടായിരുന്ന ആൾക്കാർ അല്ലാതെ പൊതുവായിട്ടുള്ള പ്രൈവറ്റായിട്ട് കേസ് നോക്കുന്ന, സ്വന്തമായിട്ട് കേസ് നോക്കുന്ന അഡ്വക്കേറ്റ്സ് ഉണ്ട്. അങ്ങനെ ഒരു സിസ്റ്റം തന്നെ അവിടെ നിലവിലുണ്ട്. അവിടെ അഡ്വക്കേറ്റ് അസോസിയേഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇത്തരം സംവിധാനങ്ങൾ നിലവിലിരിക്കെ ഒരു സ്ത്രീക്ക് എന്തുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ സഹിക്കാൻ സാധിക്കാതെ വരുന്നു? അത്രയും കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ? ഇപ്പോൾ CRനെ പറ്റി പറഞ്ഞു, CR പരസ്യമായിട്ട് കാണിച്ചു, അവരെ അപമാനിച്ചു എന്നൊക്കെ പറയുന്നു. എനിക്ക് തോന്നുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ മിക്കവാറും നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏതൊരു ഓഫീസിലും ഇതേപോലുള്ള കാര്യങ്ങൾ നടക്കും. അതുകൊണ്ട് ഇതിന് ഉപരിയായിട്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് കൂടി അന്വേഷിക്കേണ്ടതാണ്. കാരണം ഒരു ആത്മഹത്യയിലേക്ക് എത്തിക്കുന്ന വിധത്തിൽ എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പം ഇതുവരെ മാധ്യമങ്ങളിൽ നിന്ന് അറിഞ്ഞത് അനുസരിച്ച് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ട് അവർ അങ്ങനെ ആത്മഹത്യ ചെയ്തു. ഇവർക്ക് കുട്ടികളുണ്ടോ? അത്ര കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ എന്താണ് ഇവർക്ക് ഇത്രയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് കാരണം എന്താണ്? ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിരവധി തവണ നേരിടേണ്ടി വരുന്ന വിഭാഗത്തിൽപ്പെട്ടവർ തന്നെയാണ് ഈ അഡ്വക്കേറ്റ്മാർ. അപ്പം അങ്ങനെയുള്ളവർക്ക് എങ്ങനെയാണ് ഇത്ര വേഗം മാനസികമായിട്ട് ക്ഷീണം സംഭവിക്കുന്നതും ഇത്രയും കഠിനമായിട്ടൊരു തീരുമാനത്തിലേക്ക് എത്തപ്പെടാൻ സംഭവിക്കുന്നതെന്നൊക്കെ തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടതാണ്. എന്തായാലും തികച്ചും നിർഭാഗ്യകരമായൊരു സംഭവം എന്നല്ലാതെ എനിക്കിപ്പോൾ കൂടുതൽ പറയാൻ പറ്റില്ല. അതിന് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇനി അവർക്ക് മാനസികമായിട്ട് അത്രയും ഒരു പീഡനം ഉണ്ടായിരുന്നു എന്നുള്ളതെല്ലാം അന്വേഷണത്തിൽ തെളിയിക്കേണ്ടതാണ്. ഇപ്പോൾ ഡയറി ഉണ്ടെന്ന് പറഞ്ഞു, വോയിസ് മെസ്സേജുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ആ വോയിസ് മെസ്സേജിൻ്റെ മിക്കവാറും ഭാഗങ്ങൾ ഞങ്ങളും കേട്ടിരുന്നു. പക്ഷെ അതൊന്നും ഒരു ആത്മഹത്യയിലേക്ക് നയിക്കത്തക്ക വിധത്തിൽ അത്രയും സീരിയസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഈ കാര്യങ്ങൾ ഞാൻ ആത്മഹത്യ ചെയ്ത സ്ത്രീയോടെ എല്ലാ പരിഗണനയും വെച്ചുകൊണ്ട് തന്നെ പറയട്ടെ, എത്രമാത്രം സ്ഥലങ്ങളിൽ എത്രമാത്രം പേര് ആത്മഹത്യ ചെയ്യേണ്ടി വരും? എനിക്കതാണ് ചോദിക്കാനുള്ളത്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും അതിൽ ഉപരിയായിട്ട് എന്താണ് ഇവർക്ക് ഇത്രയും പീഡനം മാനസികമായിട്ട് ഏൽക്കേണ്ടി വന്നത് എന്നുള്ളത് അറിയണം. അത് പുറത്തു വന്നിട്ടില്ല. ഇപ്പം ഈ ഡയറിയും ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പം അവർക്ക് അവിടെ നിന്നൊരു സ്ഥലം മാറ്റം ഉണ്ടാകും എന്നുള്ള ഭീഷണി ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ ഇങ്ങനെയുള്ള ജോലികളിൽ ഇരിക്കുന്നവരൊക്കെ പോണാൽ പോകട്ടും പോടാ എന്ന് പറഞ്ഞ് അങ്ങനെ മാറ്റുകയാണെങ്കിൽ ഒരുപക്ഷെ ജോലിയിൽ നിന്ന് രാജിവെച്ച് സ്വന്തമായിട്ട് പ്രാക്ടീസ് തുടങ്ങി അത് വളരെ നന്നായിട്ട് കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും തികച്ചും നിർഭാഗ്യകരമായിട്ടൊരു സംഭവം നടന്നിരിക്കുന്നു. അതിൻ്റെ അന്വേഷണം വളരെ നേരായ വഴിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ
കൃത്യമായിട്ട് പോകണമെന്ന് മാത്രമാണ് ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നത്.